കന്യാകുമാരി ജില്ലയിൽ ശിവാലയ ഓട്ടത്തിൻ്റെ മൂന്നാമത്തെ ക്ഷേത്രം തൃപ്പരപ്പ്. അവിടെ നിന്ന് മനോജ് ഒപ്പം ചേരുകയാണ്. മനോജ്, തൃപ്പരപ്പിലെത്തിയോ ശിവാലയ ഓട്ടം? അങ്ങനെ ശിവഭക്തർ മൂന്നാമത്തെ ക്ഷേത്രത്തിലേക്ക് അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശിവാലയ ഓട്ടം തിരുമല ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി തിക്കുറിശി കഴിഞ്ഞ് അടുത്ത തൃപ്പരപ്പിലേക്കാണ് എത്തിയിരിക്കുന്നത്. തൃപ്പരപ്പിനെ പറ്റി പറയുമ്പോൾ ഇവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, അതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിലൊക്കെ കുളിച്ച് ശിവഭക്തർ ഇങ്ങോട്ടേക്ക് ദർശനത്തിനായി എത്തുകയാണ്. തൃപ്പരപ്പ് ശിവക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് ദക്ഷനെ വധിച്ച ശേഷം വീരഭദ്ര രൂപത്തിലാണ്, ആ ഭാവത്തിലാണ് ഇവിടെ ശിവൻ്റെ പ്രതിഷ്ഠയുള്ളത്. പടിഞ്ഞാറ് ദർശനമാണ്. അതോടൊപ്പം തന്നെ ഈ ദർശനം കഴിഞ്ഞ് അടുത്ത ക്ഷേത്രത്തിലേക്ക് തിരുനന്ദിക്കരയിലോട്ടൊക്കെ പോവുകയാണ് ഓരോ ഭക്തരും. ഇനിയുമുണ്ട് ഒരുപാട് ക്ഷേത്രങ്ങൾ പിന്നിടാൻ. നമ്മളോടൊപ്പം ഇപ്പോൾ ഇവിടുത്തെ സേവാ സംഘത്തിൻ്റെ ആളുകളുണ്ട്. ഈ ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ ശിവാലയമൊക്കെ വരുന്ന സമയത്ത് അവരെ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുകയും അവർക്ക് വേണ്ട മറ്റ് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നവരാണ്. അനിൽകുമാർ ഏട്ടൻ, ചേട്ടാ, എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു ശിവാലയ ഓട്ടം? എങ്ങനെയുണ്ട് ഈ തിരക്കൊക്കെ? തിരക്ക് ഇന്നലെ രാത്രി നല്ല തിരക്കായിരുന്നു. നടന്നു വരുന്നവരുടെ തിരക്ക് അധികമായിരുന്നു ഇന്നലെ. കാരണം ഞങ്ങൾ സാധാരണ 1 മണിക്ക് നട അടയ്ക്കാറുള്ളത് ഇന്നലെ 2 മണിക്കാണ് അടച്ചത്. അടച്ചിട്ട് 3 മണിക്ക് തുറന്നു. 1 മണിക്കൂർ അടച്ചിട്ടുള്ളായിരുന്നു. പക്ഷേ ഇത്തവണ നടന്നു വരുന്നവരുടെ തിരക്ക് കൂടുതലാണ്. പിന്നെ വെയിലാണ് പ്രശ്നം. അത് പകൽ വെയിലായതുകൊണ്ട് രാത്രി ഒരുപാട് വരും. ഈ തിരക്ക് ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞാൽ ഇന്നും കൂടും. നാളെ രാവിലെ 4 മണി വരെ ഇവിടെ തിരക്കുണ്ടായിരിക്കും. തീർച്ചയായും. അങ്ങനെ എത്രാമത്തെ വർഷമാണ് ഇപ്പോൾ നമ്മൾ ഈ ശിവാലയത്തിൻ്റെ ഭാഗമാവുന്നത് ചേട്ടൻ? ഞാനൊരു 40 വർഷം കൊണ്ട് ഉണ്ട്, 46 വർഷം കൊണ്ടുണ്ട്. ഇവിടെ 1995 ഇവിടെ കുംഭാഭിഷേകം നടന്നു. ഇപ്പോഴത്തെ 2019 മൂലസ്ഥാനമൊക്കെ നവീകരണം ചെയ്ത് ഈ തലമുറയ്ക്ക് നമുക്ക് കാണാൻ പറ്റാത്ത വിധത്തിൽ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ഇവിടെ കുംഭാഭിഷേകം നടത്തിയിരിക്കുന്നു. അപ്പോൾ ഭക്തരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, അതായത് ശൈവ വൈഷ്ണവ ബന്ധം ഉറപ്പിക്കുന്ന ഒരു ആചാരം കൂടെയാണ് ഈ ഒരു ശിവാലയ ഓട്ടം എന്ന് പറയുന്നത്. എന്തായാലും ഭക്തജനങ്ങൾ അങ്ങനെ എത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ വാതിലുകളിൽ നിന്നായി ഭക്തർ ഉള്ളിലേക്ക് കയറി. അതായത് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ കൊത്തുപണികളൊക്കെ കൊണ്ട് തന്നെ വളരെയധികം സുന്ദരമായിട്ടുള്ള ക്ഷേത്രമാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഓരോ വാതിലുകളിൽ നിന്നുമായി ഓരോരുത്തരും അങ്ങനെ കയറി വരികയാണ്. ഭക്തർ കയറി വരുന്നു. അവരെയൊക്കെ നിയന്ത്രിക്കുവാൻ ഇവിടെ ഈ സേവാ സംഘത്തിലെ ആളുകളൊക്കെ ഉണ്ട്. എന്തായാലും തൃപ്പരപ്പ് ക്ഷേത്രത്തിൽ, ഈ മൂന്നാമത്തെ ക്ഷേത്രത്തിൽ അങ്ങനെ ഭക്തിപൂർവ്വമായി ശിവാലയ ഓട്ടത്തിനെത്തുന്ന ഭക്തജനങ്ങളെയാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം പ്രകൃതി ഭംഗിയേറിയ ഒരു സ്ഥലം കൂടെയാണ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു പുഴ, ആ പുഴയിൽ നിന്നും എത്തുന്ന വെള്ളം, അത്തരത്തിൽ ഇവിടെ സമീപത്തായൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് കൂടെ പോകേണ്ടതുണ്ട്. അതായത് വരുന്ന ഭക്തരൊക്കെ ഇവിടെ എത്തി കുളിച്ചുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്. അവരൊക്കെ തന്നെ ആദ്യ ക്ഷേത്രമായിട്ടുള്ള, അതായത് തിരുമലയിൽ നിന്നും അടുത്ത ക്ഷേത്രം തിക്കുറിശ്ശിയിലെത്തി അതിനുശേഷം തൃപ്പരപ്പിൽ വരുമ്പോൾ ആദ്യം ആ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി ഒന്ന് കുളിച്ച ശേഷം ശിവനെ ദർശിക്കുകയാണ്. എന്തായാലും ഇവിടേക്ക് നമുക്ക് ഒരുപാട് പേരെ, അതായത് ഒരുപാട് ഭക്തരെ കാണാൻ സാധിക്കും. അവരൊക്കെ ഇങ്ങോട്ടേക്ക് ഇനിയിപ്പോൾ ഓരോ ക്ഷേത്രവും പിന്നിട്ടുകൊണ്ട് എത്തിച്ചേരുകയാണ്. എന്തായാലും ഈ പടവുകളൊക്കെ അങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടം കൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് സമീപത്തായി തന്നെ, ഈ ക്ഷേത്രത്തിന് സമീപത്തായി തന്നെയാണ് വലിയൊരു വെള്ളച്ചാട്ടമുള്ളത്. അവിടെ വലിയ തിരക്കാണ് നമുക്ക് നേരത്തെ മുതൽ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. എന്തായാലും പുലർച്ചെ മുതൽ, അതായത് കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയവരുണ്ട്. അവരൊക്കെ തന്നെ ഈ ഒരു ശിവാലയ ഓട്ടത്തിൻ്റെ ഭാഗമായി എത്തിയവരൊക്കെ ഈ വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങിയ ശേഷം ഈ അമ്പലത്തിലേക്ക്, ഈ ക്ഷേത്രത്തിലേക്ക് കയറി ദർശനം നടത്തുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്നും അതുപോലെ തന്നെയാണ്. നമുക്ക് ഈ സ്ഥലം വളരെയധികം സൗന്ദര്യമേറിയത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ടൊക്കെ കൂടെ പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ ആ വെള്ളച്ചാട്ടം ഇപ്പോൾ കാണാൻ സാധിക്കും. അതായത് ഇതിന് താഴേക്ക് നിരവധി പേര് ഉണ്ട്, നിരവധി ഭക്തരുണ്ട്. അവരൊക്കെ തന്നെ അങ്ങനെ ഇനി അടുത്ത ദർശനത്തിന് വേണ്ടിയിട്ട് അവരൊക്കെ തയ്യാറെടുക്കുകയാണ്. അവരൊക്കെ ഇങ്ങനെ ആ വെള്ളച്ചാട്ടമൊക്കെ ആസ്വദിച്ച് അവിടേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ കൂടെയാണ്. എന്തായാലും ഈ മൂന്നാമത്തെ ക്ഷേത്രം തൃപ്പരപ്പ്, അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശിവൻ്റെ ഒരു വീരഭദ്ര ഭാവം നമുക്ക് കാണാൻ സാധിക്കും. ഈ ആദ്യം തിരുമല ക്ഷേത്രം എന്ന് പറയുന്നത് തൃശൂലപാണിയായിട്ടുള്ള ഭഗവാനായിരുന്നു, ശിവനായിരുന്നു. അത് കഴിഞ്ഞ ശേഷം അടുത്ത് നമ്മൾ തിക്കുറിശ്ശിയിലേക്കെത്തി. അത് കഴിഞ്ഞപ്പോൾ
ഈ തൃപ്പരപ്പിലേക്ക് എത്തി. ഇനിയുമുണ്ട് തിരുനന്ദിക്കര, പൊന്മനെ, പന്നിപ്പാകമൊക്കെ, ഇനി കൽക്കുളമ്പോണം, അതോടൊപ്പം തന്നെ മേലാങ്കോട്, തിരുവിടക്കോട്, തിരുവിതാംകോട്, തൃപ്പന്നിക്കോട്, തിരുനട്ടാലം എന്നിങ്ങനെ ക്ഷേത്രങ്ങളിലേക്ക്. അതായത് തിരുനട്ടാലം ക്ഷേത്രത്തിലാണ് ശങ്കരനാരായണ പ്രതിഷ്ഠയുള്ളത്. അതായത് ശിവന്റെയും വിഷ്ണുവിൻ്റെയും ഐക്യത്തെ സൂചിപ്പിക്കുന്നതാണ് ആ ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്നത്. എന്തായാലും ഭക്തരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുളിയൊക്കെ കഴിഞ്ഞ ശേഷം ഇനി ദർശനത്തിനായി എത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ഭക്തരും, അതായത് ഗോവിന്ദ ഗോപാല എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ട് അങ്ങനെ ശിവഭക്ത, അതോടൊപ്പം ശിവഭക്തരും വൈഷ്ണവ ഭക്തരും ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അതായത് വിഷ്ണുവും ശിവനും ഒന്നാണ് എന്നുള്ള ആ ഒരു സങ്കല്പം തന്നെയാണ്, ആ ഒരു ഐക്യത്തോടു കൂടി തന്നെയാണ് അവരങ്ങനെ ഈ ഓരോ ശിവഭക്തരും ഈ മന്ത്രം ഉരുവിട്ട് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. എന്തായാലും ഇതിനെ സംബന്ധിച്ച് ഐതിഹ്യമൊക്കെ പറയുന്നത് മഹാഭാരതവുമൊക്കെ ബന്ധമുള്ള ഒരു കാര്യമാണ്, ഈ ഒരു ആചാരമാണ് ഈ ശിവാലയ ഓട്ടം എന്ന് പറയുന്നത്. അതായത് നേരത്തെ തന്നെ ഈ വ്യാഖ്യാത്യ മുനിയെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അത്തരത്തിൽ രാജസൂയ യാഗം നടത്തിയപ്പോൾ ഈ മഹാമുനിമാരെ ക്ഷണിക്കുമ്പോൾ വ്യാഘ്രപാദ മുനിയെ ക്ഷണിക്കുകയും അതോടൊപ്പം തന്നെ ക്ഷണിക്കാൻ വേണ്ടി വിട്ടയച്ചത് ഭീമനെയുമാണ്. അങ്ങനെ ഭീമൻ ക്ഷണിക്കാൻ പോകുമ്പോൾ ശിവഭക്തനായിരുന്നു ഈ ഒരു വ്യാഘ്ര പാദമുനി. അദ്ദേഹം ഈ തപസ്സിലിരിക്കുമ്പോൾ ഗോവിന്ദ ഗോപാല എന്നുള്ള ആ ഒരു ശൈവഭക്തനായ ശരി മനോജ്, എന്തായാലും മനോജിന് പറഞ്ഞാലും തീരില്ല. ഒപ്പം ഈ സ്ഥലത്തേക്ക്, തൃപ്പരപ്പിലേക്ക് അല്ലെങ്കിൽ ഈ ശിവാലയ ഓട്ടത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് കൂടെ ഈ ദൃശ്യങ്ങൾ നമ്മൾ ജനൻ ടി വിയിലൂടെ കാണിക്കുകയാണ്. ആ തൃപ്പരപ്പിലെ വെള്ളച്ചാട്ടം, ആ ദൃശ്യങ്ങളൊക്കെ മനോഹരമായ ദൃശ്യങ്ങൾ, ഒപ്പം ഐതിഹ്യം നിറഞ്ഞ കഥകളൊക്കെ തന്നെ മനോജ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിപ്പോൾ മൂന്നാമത്തെ ക്ഷേത്രത്തിലെത്തി നിൽക്കുന്നു. അങ്ങനെ എല്ലാം ശിവമയം തന്നെയാണ് ഈ ശിവരാത്രി ദിനത്തിലെന്ന് പറയുന്നത്. നമ്മൾ ഒരുപക്ഷെ 1.5 മണിക്കൂർ, ഈ 2 മണിക്കൂറിൽ 1.5 മണിക്കൂറും എടുത്തത് മഹാശിവരാത്രി ദിവസത്തെ വിവരങ്ങൾ, ക്ഷേത്രത്തിലെ തിരക്കുകൾ, പ്രധാനപ്പെട്ട പൂജകളൊക്കെയും നമ്മൾ കാണിച്ചു പോവുകയായിരുന്നു. ശരിക്കും നമ്മളൊരു ശിവാലയ ഓട്ടത്തിലായിരുന്നു അല്ലേ? കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൂടെ, ഒപ്പം ശരിക്കുള്ള ശിവാലയ ഓട്ടത്തിലെ 3 ക്ഷേത്രങ്ങളും കാണിച്ചു. മൂന്നാമത്തെ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഇനി 9 ക്ഷേത്രങ്ങൾ ബാക്കിയുണ്ട്.